So, hey, hello guys, welcome back to my channel CJ Gaming. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് പറഞ്ഞാൽ റാപ്പോ സിമുലേറ്ററിൻ്റെ പ്രൊലൂഗാണ്. അപ്പോൾ ഞാൻ ഈ ഗെയിം ആദ്യമായിട്ടാണ് കളിക്കുന്നത്. ഇത് ഞാൻ യൂട്യൂബിൽ കുറേ ഗെയിമേഴ്സൊക്കെ കളിക്കുന്നതുണ്ട്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഗെയിമിൻ്റെ ഡിഫിക്കൽട്ടി നോർമൽ ആയിടണേ. സ്റ്റാൻഡേർഡ്, പേഷ്യൻസ്, സ്റ്റാർട്ടിങ് മണി നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ $1250 കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ നേരെ സ്റ്റാർട്ട് ചെയ്യാം. ഇത് പ്രൊലൂഗ് ആയതുകൊണ്ട് ഇതിനകത്ത് എല്ലാ ഫീച്ചറും കിട്ടത്തില്ല. പ്രൊലൂഗ് എന്ന് പറഞ്ഞിങ്ങനെ നമുക്ക് ജസ്റ്റ് കളിച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഒറിജിനൽ വേർഷൻ വാങ്ങാം, ആ ഒരു ടൈപ്പിലുള്ള. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ ട്രൈ ചെയ്യാൻ മേടിക്കാൻ. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു പറഞ്ഞേക്കണെങ്കിൽ ഇവിടെ വരാനാ മാർക്കറ്റിൽ ഇവിടെ ചിക്കൻ ഡോണർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതാണ് ഷവർമയുടെ ഇത് ചിക്കനല്ലേ നമ്മൾ ചൂടാക്കി ഇടുന്നത്, അത് നമുക്ക് മേടിക്കാം. പിന്നെ ലെറ്റ്യൂസ് മേടിക്കണം. ലവാഷ് എന്ന് വെച്ചെങ്കിൽ കുബൂസ് ആണെന്ന് തോന്നുന്നു. ബൾക്ക് ഓഫ് പാക്കേജ് ഓഫ് സോസ് ലവാഷ് ബ്രെഡാ ഗൈസ്. അപ്പോൾ നമുക്കിത് മേടിക്കാം. നമ്മുടെ കയ്യിൽ ടോട്ടലി $1250 ഉണ്ട്. ഇപ്പോൾ കോസ്റ്റ് അയക്കണത് $172. ഓക്കെ, നമുക്ക് എല്ലാവരും മേടിക്കാം. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഇത് എവിടെയാണ് വരുന്നത്. ഞാൻ മറ്റേ ഇതിൻ്റെ ബാക്കിയുള്ളവരിലൊക്കെ കളിക്കുന്നത് ഇതിൻ്റെ ഒറിജിനൽ വേർഷൻ. അപ്പം ഞാൻ കളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൊലൂഗ് ആയതുകൊണ്ട് മറ്റേ വേർഷൻ അവരൊക്കെ കളിക്കുന്നതിൽ ഇവിടെ വരും. നമ്മുടെ പ്ലേസ് ചെയ്ത ഓർഡറിൽ സാധനങ്ങളല്ലാണ്ട് ഇവിടെ വന്നുണ്ട് അകത്ത് തന്നെ വരുന്നത്. മറ്റേതെന്ന് പറഞ്ഞാൽ പുറത്ത് ഒരു വാൻ്റെ അകത്താണ് വരുന്നത്. ഗൈസ് ഇതെല്ലാം ഭയങ്കര സൂപ്പർ ഫാസ്റ്റ് ആട്ടോ. പെട്ടെന്ന് വരും. നമ്മളിപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്യുന്ന ആ സെക്കൻഡിൽ തന്നെ നമുക്ക് സാധനം കിട്ടും. ഓക്കെ, അപ്പോൾ ഞെക്കിയ അൺപാക്ക് ആവും. എനിക്കാണ് പ്ലാസ്റ്റിക് വെച്ച് റാപ്പ് ചെയ്ത് തന്നെയാണ്. പക്ഷേ നമുക്ക് നേരെ കുറ്റി കൊണ്ടുപോയിട്ട് മറ്റേ ചിക്കൻ കറക്കണ സാധനത്തേക്കിടാം. ചൂടാക്കുന്നത് നമുക്ക് ഇപ്പോഴേ ചൂടാക്കാൻ ഇട്ടാലോ. ഓക്കെ, തന്നെ കുക്ക്. ഇതിൻ്റെ അകത്ത് എല്ലാ സ്വിച്ചും മെയിൻലി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിൽ മെയിൻലൊക്കെ ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു. ഞാൻ ഗെയിം കളിച്ചിട്ടില്ല, ആദ്യമായിട്ട് കളിക്കുന്നത്. ഇപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഞാനത് കളിക്കുന്ന കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതിൻ്റെ പ്രൊലൂഗ് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ക്യാബേജൊക്കെ തന്നിട്ടുണ്ടോ ഇതിൽ. നമുക്കിതൊക്കെ അരിഞ്ഞ് വെക്കണം തോന്നും. ഇവിടെ ഒരു കട്ടിങ് ബോർഡൊക്കെ വരെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതെടുത്തിട്ട് തിരിച്ചു വെച്ച് വയ്ക്കാമല്ലോ. അത് തിരിച്ചു വയ്ക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. കട്ടിങ് ബോർഡ് തിരിഞ്ഞായിരിക്കുന്നത്. ഞാൻ കണ്ട അനുസരിച്ചാട്ടോ കളിക്കുന്നത്. മറ്റേ നേരത്തെ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ഈ ഗെയിം കുറേ യൂട്യൂബേഴ്സ് കളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ചതാ. അപ്പോൾ എനിക്ക് ചില ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അറിയാം. എന്ന് പറഞ്ഞാൽ ഈ 2-3 ഒരു എപ്പിസോഡൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ, 1-2 ഒക്കെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഒത്തിരി അങ്ങ് അറിയില്ലെങ്കിലും കുറച്ചൊക്കെ അറിയാം. ഞാൻ എല്ലാ ലെറ്റേഴ്സും കട്ട് ചെയ്തു. ലാസ്റ്റ് ഒരു പീസ് അവിടെ ഉണ്ട്. ഓക്കെ, എല്ലാം ചോപ്പ് ചെയ്തു. ഇത് വേസ്റ്റാ. ഇതെനിക്ക് നമുക്ക് വേസ്റ്റ് കളയാൻ പറ്റുന്നതാണ്. യെസ്, ഇതൊക്കെ ലവാഷ് എടുത്തിട്ടില്ല. ലവാഷ്. ഓക്കെ ഗൈസ്, ഇത് ലവാഷിന് ഈ പേര് വായി കിട്ടത്തില്ല. അതുകൊണ്ട് കുബൂസ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഇത് ആക്ച്വലി കുബൂസാണ്, അവർ ചുമ്മാ ഒരു പേരിട്ട് വിളിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് കട തുറക്കാം. കട തുറന്നിട്ടാണ് ബാക്കി. അപ്പോൾ കസ്റ്റമേഴ്സ് വരുമല്ലോ.
ഈ ഇതിൻ്റെ അകത്ത് നമുക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. ഇതിൻ്റെ പ്രൊലൂഗിനകത്ത് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. പക്ഷെ ഒറിജിനൽ ഗെയിമിനകത്ത് പുറത്തേക്കൊക്കെ ഇറങ്ങി കുറച്ചൊക്കെ കാണാൻ പറ്റും. പ്രൊലൂഗിൻ്റെ നമ്മൾ ഈ ഒരു സാധനത്തിൻ്റെ ഇങ്ങനെ അടച്ചു കൂട്ടിയിട്ടാണ് വരിക. ഗൈസ് ആദ്യത്തെ കസ്റ്റമർ വന്നു. ചേച്ചിയാണ് ആദ്യമായിട്ട് നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം ചുമ്മാ ഒരു ഷവർമ, ഒന്നും ഇടാത്ത, ലെറ്റ്യൂസ് ഒന്നും ഇടാത്ത ഒരു ഷവർമ. ഗൈസ് എല്ലാം കണ്ടോ, പാക്ക് ചെയ്യുക. നമുക്ക് ലവാഷ് നിരത്തി അറിയുക. നമുക്ക് ഇത് കട്ട് ചെയ്യാം. ഗൈസ് ഞാനത് മാക്സിമം മൾട്ടിപ്ലെയർ കളിക്കാനായിട്ട് നോക്കാം. ജെറോമും ഉണ്ടാവും അടുത്ത വീഡിയോയിലൊക്കെ. അത് ഈ സ്റ്റീമിൻ്റെ സെറ്റ് ആകാത്തതുകൊണ്ടാണ്, അവൻ്റെ അക്കൗണ്ട് ശരിയാവുന്നില്ല. എനിക്ക് നേരത്തെ അക്കൗണ്ട് ഉണ്ടായിരുന്നു സ്റ്റീമിൽ, അതുകൊണ്ട് എനിക്ക് സ്റ്റീമിൻ്റെ അക്കൗണ്ട് കുഴപ്പമില്ല. പക്ഷെ അവൻ അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ട് അവൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറേ ഇഷ്യൂ ഒക്കെ കാണിക്കും അവൻ്റെ. അതുകൊണ്ടാണ് നമുക്ക് കുറേ പ്രശ്നം. മൾട്ടിപ്ലെയർ അതുകൊണ്ട് കളിക്കാതെ. ഞങ്ങൾ മൾട്ടിപ്ലെയർ കളിക്കാൻ ആദ്യം തീരുമാനിച്ചു. പക്ഷേ മൾട്ടിപ്ലെയർ കളിക്കാൻ നോക്കി ഒരു ദിവസം ഞങ്ങൾ അതിൻ്റെ അകത്ത് സ്റ്റീമിനകത്ത് ഫുൾ സ്പെൻഡ് ചെയ്തു, എന്നിട്ട് ഒന്നും നടന്നില്ല. അതുകൊണ്ട് നമ്മൾ വിട്ടു മൾട്ടിപ്ലെയർ. അപ്പം ജെറോമും എല്ലായ്പ്പോഴും ഫ്രീ ആയിട്ട് ഇരിക്കുന്നൊന്നുമില്ല. ജെറോമും അവന് കുറേ പരിപാടിയൊക്കെ ഉണ്ട്. അവൻ ഞങ്ങൾ നാട്ടിൽ പോകുന്നതിൻ്റെ തിരക്കിലായതുകൊണ്ട് പാക്കിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് അവനും തിരക്കാം ഞങ്ങളും തിരക്കാം. സ്കെച്ചപ്പൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. എന്നൊക്കെ ചുമ്മാ കെച്ചപ്പ് ആരിട്ട് നോക്കിയാലോ, ചുമ്മാ ഒഴിച്ചേക്കാം. ഞാൻ എന്തോ ഇട്ട് കേട്ടിട്ടുണ്ട്, അവരതൊന്നും ഇടണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ചുമ്മാ ഇട്ട് നമുക്കിത് റാപ്പ് ചെയ്ത് കൊടുക്കാം. ഗൈസ് അടുത്ത ഓർഡർ വന്നിട്ടുണ്ട്. ഞാനത് പ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് ഈ ചിക്കൻ ഒന്ന് കറക്കട്ടെ. ചിക്കൻ ഒന്ന് ചൂടാക്കട്ടെ. ഗൈസ് നമുക്ക് ട്രേ എടുത്ത് വയ്ക്കാം. ഓ ഗൈസ് ഇടയ്ക്ക് സ്റ്റക്കാണ് പിടിക്കുന്നത്. ഓ ഗൈസ് ചേച്ചി എടുത്തിട്ട് അയ്യോ ഗൈസ് ഇതാണ് എൻ്റെ പ്രശ്നം. നമ്മൾ സ്പീഡ് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ആൾക്കാർ എഴുന്നേറ്റ് പോകും ഗൈസ്. ഗൈസ് ഞാൻ പെട്ടെന്ന് ഓർഡർ കൊണ്ട് കൊടുത്തിട്ട് അയ്യോ. ഓ ചേട്ടാ ഓർഡർ ചേട്ടന് ഇഷ്ടപ്പെട്ടു. നമുക്ക് കുറേ ഓർഡർ കിട്ടിയിട്ടുണ്ട്. നമുക്കെല്ലാം ചറപറാവാരി കൊടുക്കാം. ഓ ഗൈസ് ഓരോ ഓർഡർ കൊടുത്തിട്ട് വരാം. വെയിറ്റ്, എവിടെ ഏത് ടേബിളാ? അയ്യോ ടേബിൾ നമ്പർ 4. ടേബിൾ നമ്പർ 4 ചേച്ചി കഴിച്ചോ. ബാക്കി ഓർഡറൊക്കെ ഇപ്പം തരാം. വെയിറ്റ് ഗൈസ്, ഇച്ചിരി നമ്മൾ പാടുപെടും ഇത് കളിക്കാൻ, ബട്ട് സാരല്ല. ഗൈസ് ഇതുകൊണ്ടാണ് എല്ലാവരും മൾട്ടിപ്ലെയർ കളിക്കുന്നത്. കാരണം ഒരാളെ കൊണ്ട് ഇത് മാനേജ് ചെയ്ത് ഇച്ചിരി ടാസ്ക്കാണ്. മറ്റേന്ന് പറയുമ്പോൾ മൾട്ടിപ്ലെയർ കളിക്കുമ്പോൾ ഒരാൾ ഈ ഓർഡർ എടുക്കാനും അതിനൊക്കെ ആൾക്കാർ നിൽക്കും. ഒരാൾ കുക്ക് ചെയ്യാനും ഒരാൾ കൊണ്ടു കൊടുക്കാനും അങ്ങനെ. പക്ഷെ ഇതിൻ്റെ അകത്ത് പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ലാഗ് ആവുന്നത്. നമ്മൾ ഓർഡർ ലേറ്റ് ആയി കഴിഞ്ഞാൽ ആൾക്കാർ ഇറങ്ങി പോവുകയും ചെയ്യും. ഓക്കെ, ഒരെണ്ണം ലെറ്റ്യൂസ്. ഗൈസ് ഞാൻ ഒരെണ്ണം എക്സ്ട്രാ ഇട്ടുന്നു. ഒരു ലെറ്റ്യൂസ്. ഈ റാപ്പി പെട്ടെന്ന് വെറുതെ പിടിക്കേണ്ടി വരും. ഓക്കെ ഗൈസ് നമ്മൾ ആദ്യമൊക്കെ ആകുമ്പോൾ കുറച്ച് ലേറ്റ് ആവും. പക്ഷെ നമ്മൾ വരുമ്പോൾ ഐ മീൻ കുറച്ച് ടൈം ഇത് കളിച്ച് വരുമ്പോൾ നമുക്കത് പ്രാക്ടീസ് ആയിക്കോളും. അപ്പം നമ്മൾ സ്പീഡാവും. ഗൈസ് ഞാൻ പറന്നു പോട്ടെ. 2 ഓർഡർ എടുക്കാനുണ്ട്. ലെറ്റ്യൂസ് ടേബിൾ നമ്പർ 6. ചേച്ചി എഴുന്നേറ്റ് വല്ലേ. ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം. അല്ല ചേട്ടനാ, സോറി.
ഓക്കെ എൻ്റെ ക്യാമറയുടെ ഇത് വിട്ടിരിക്കുന്നുണ്ട്. ഇടക്കിടക്ക് സൗണ്ട് ഇടക്കിടക്ക് ഇത് ലാഗാവുന്നുണ്ട്. അയ്യോ ചേട്ടാ പോയി, ചേട്ടാ പോലെ, അയ്യോ പോയി. നമുക്ക് അയ്യോ ആ ചേട്ടനും പോയി. മൂഞ്ചി. ഇവരെ രണ്ടുപേരും ഓർഡർ എടുക്കാം. ഇതേപോലെ വേണം ഓർഡർ അവർ ഓർഡർ തന്നവർ പോയി ഇരുന്നപ്പോഴത്തേക്ക് നമ്മൾ ഓർഡർ കൊണ്ടേ കൊടുത്തു. ഇതെൻ്റെ അവരുണ്ട് എൻ്റെ ക്യാമറ. ഇനി ഏത് ഓർഡർ, ഇനി ആർക്കാ ഓർഡർ? ഓ ആ ചേട്ടൻ. അയ്യോ ഗൈസ്, അതാണ്ട് എവിടെ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വരാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് തന്നെ കൊണ്ട് കൊടുക്കാം. ഡേ എഴുന്നേക്കല്ലേ, വെയിറ്റ്. ഗൈസ് എൻ്റെ ക്യാമറ എവിടെ ഇരിക്കുന്നുണ്ട്, അത് ഇതാവുന്നത് ഇടക്കിടക്ക് സ്റ്റോപ്പ് ആവുന്നുണ്ട്. അയ്യോ ചേട്ടാ എഴുന്നേക്കില്ലേ അണ്ണോ ഇന്ന്. ഗൈസ് പൈസ കിട്ടി. ഇത് ടിപ്പല്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഒരു ചിക്കൻ ഒരു ക്യാബേജായി നമുക്ക് പറയില്ലാത്ത ആൾക്കുള്ളൂ. ഓർഡർ നമ്മൾ തന്നെ ഉണ്ടാക്കണം. എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. പൊളി. ഇതുകൊണ്ടാണ് ഈ ഗെയിം ഭയങ്കര പാടാ കളിക്കാൻ. ലവാഷ് എടുത്ത് വെച്ചോ. ചിക്കൻ അട്രാ പോരട്ടെ. ഒരു ക്യാബേജായി. ഓക്കെ നമുക്കിത് നേരെ കൊണ്ടുപോയിട്ട് കൊടുക്കാം. പെട്ടെന്ന് കൊണ്ടുപോയി കൊടുക്കാം. ഇതിങ്ങനെ കൊണ്ട് വെച്ചാലോ? ചേച്ചി കഴിക്കില്ല. ചേച്ചിക്ക് ട്രേ ഉണ്ടെങ്കിലേ കഴിക്കാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ ട്രേയിൽ കൊണ്ട് കൊടുക്കും. നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ വാല്യൂ ആണ് നമ്മൾ ആദ്യം നോക്കുള്ളൂ. ഓ ഗൈസ് അടുത്ത കസ്റ്റമർ. അയ്യോ ഗൈസ് ലെറ്റ്യൂസ്, 2 ലെറ്റ്യൂസ് ചിക്കനും. ഓ ഗൈസ് ഞാനത് കുക്ക് ചെയ്യാൻ മറന്നു. അയ്യോ പണി. ഓനോ ഗൈസ് അപ്പോഴത്തേക്ക് ഞാൻ ലവാഷ് നടത്തി വെക്കട്ടെ. ഗൈസ് എൻ്റെ ക്യാമറ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വെയിറ്റ്. 2 ലെറ്റ്യൂസ് ഗൈസ്. അപ്പോഴത്തേക്ക് നോക്കി ലെറ്റ്യൂസ് ഇടാം. ചിക്കൻ ആകുമ്പോഴത്തേക്ക് ലെറ്റ്യൂസ് ഇട്ട് വയ്ക്കാം. ഓ ഗൈസ് ചിക്കൻ ആയില്ല. അയ്യോ പണി. ആ ട്രേ എടുത്ത് വയ്ക്കാം. നമ്മൾ ടൈം മാനേജ് ചെയ്യണം. ചിക്കനെ ആവടാ, എടാ കോഴി ഒന്നും ആവടാ. ഈ കള്ളക്കോഴി. മുറിക്കാൻ. ആ മുറിരി. ഓക്കെ കോരിക്കോ അണ്ണാ. ഡേ ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്യണ്ടേ. നമ്മൾ നേരത്തെ ക്യാബേജ് അല്ല സോറി ലെറ്റ്യൂസ് അരിഞ്ഞ് വെച്ചോണ്ട് എളുപ്പമായി. ഇല്ലേ നമ്മളത് പെട്ട് നോക്കണ്ടായിരുന്നു. 2 ഓർഡർ അടുത്ത് അല്ല ഒരാളെ വെന്റും വന്നിട്ടുണ്ട്. അയ്യോ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ഇതൊന്നും. നമ്മളെ ഒത്തിരി ലേറ്റ് ആവുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് കൊണ്ട് കൊടുക്കട്ടെ. ചേച്ചി ഓർഡർ എടുക്ക ചേച്ചി. എന്തുവാ ചേട്ടാ പോലെ ഓർഡർ തന്നെ വന്നു. അതാണ്ട്. ഓ ഗൈസ് ഞാനിതൊന്ന് കളക്ട് ചെയ്യട്ടെ. അയ്യോ നമ്മളൊന്നും ക്ലീൻ ചെയ്യുന്നില്ല. ഞാൻ വെച്ചാൽ അവസാനം ക്ലീൻ ചെയ്യുന്നു, പക്ഷെ നടക്കുന്നില്ല. ഗൈസിൻ്റെ അടിയിൽ എന്താണ്ട് ഇരിക്കുന്നുണ്ടോ? ഓഹോ അപ്പൊ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെക്കാൻ പറ്റൂ. ഗൈസ് 2 ക്യാബേജ്. അയ്യോ ഗൈസ് പണിപാളി, ലവാഷ് തീർന്നു. അയ്യോ ഓർഡർ. ഓനോ ഗൈസ് ലവാഷ് തീർന്നു പോയി. ഗൈസ് ലവാഷ് തീർന്നിരിക്കുന്നു. നമ്മളെ സ്പീഡാക്കണം. അല്ല നമ്മളെ ഭയങ്കര സ്ലോയാ. അണ്ണാ 1 മിനിറ്റ് വെയിറ്റ്. ഇപ്പൊ കൊണ്ടുവന്നരാം. ഓ ഗൈസ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പ്രസ് ചെയ്യാൻ മറന്നു പോകുന്നു. കോരാ തൂക്ക് കിട്ടോ? ഓക്കെ ക്യാബേജ് അവിടെ ഇരി.
കബേജ് നമ്മൾ സ്പീഡാവണം. സ്പീഡേ ഗൈസ്. കട അടച്ചോ അതിൻ്റെ ഇടയ്ക്ക് അന്ന് ഗൈസ്. ആ കസ്റ്റമേഴ്സിൻ്റെ ആത്മാർത്ഥത ഉണ്ടോ? കട അടച്ചിട്ടും നമ്മുടെ കടയിൽ വന്ന് ഫുഡ് കഴിക്കാൻ വന്ന ആത്മാർത്ഥത ഗൈസ്. ഇതൊരു പൊട്ടിപ്പൊളിഞ്ഞ കടയാണ്, എന്നിട്ട് പോലും അവർ നമ്മുടെ കടയിൽ ഫുഡ് കഴിക്കാൻ വന്ന് മൊത്തം തുരുമ്പ് പിടിച്ചിരിക്കുക. ആൾക്കാർ ഫുഡ് പോയിസൺ അടിച്ച് ആവാണ്ടിരുന്നത് ഗൈസ്. ഇവർ ഒരു മീലിന് എനിക്കാണ് $23 എന്ന് പറഞ്ഞാൽ 1000-2000 രൂപയ്ക്ക് അങ്ങോട്ട് ഒരു ഷവർമ വയ്ക്കണം. നാട്ടിലൊക്കെ 100 രൂപയ്ക്ക് ഷവർമ കിട്ടുമായിരിക്കും. ഇവിടെ ആൾക്കാർ 2000 രൂപയ്ക്ക് നമ്മുടെ ഷവർമ മേടിച്ച് കഴിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ലെവല്. നമ്മുടെ അത്ര ക്വാളിറ്റിയുള്ള ഷവർമ ആയതുകൊണ്ട് ആൾക്കാർ കഴിക്കുന്നത്. നമ്മുടെ ലെവലേ വേറെ ഗൈസ്. ഞാനൊന്നും കളക്ട് ചെയ്തില്ല കേട്ടോ ഗൈസ്. എൻ്റെ ക്യാമറ ഇവിടെ ഇരിക്കുന്ന ഒരു ഭയങ്കര ശല്യമാണ്. ഓക്കെ, സെറ്റ് ചെയ്തു. അത് ഞാൻ മാറ്റുമ്പോൾ ക്യാമറ വന്ന് ഇതാവുക. ക്യാമറയിൽ അറിയാണ്ട് ഒന്ന് തൊടും. അതൊരു വല്ലാത്ത വിഷയം തന്നെ. ഓക്കെ, ഞാൻ വിചാരിച്ചു വേറെ ഓർഡർ വരികയായിരിക്കുന്നു. കട അടയ്ക്കാൻ സമയമായി, പക്ഷേ ആൾക്കാർ പിന്നെയും വന്നായിരുന്നു. കട അടച്ചു എന്നിട്ടും ആൾക്കാർ കയറി വന്നു. എന്നിട്ടാണ് നമ്മൾ ഓർഡർ കൊടുത്തത്. നമ്മുടെ ഒരു ആത്മാർത്ഥത നോക്കണം ഗൈസ്. രാവിലെ വരെ പട്ടിപ്പണിയായി. ഇനി നമുക്ക് കുറച്ച് നേരം പോയി കിടന്നുറങ്ങണം. ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണം ഗൈസ്. ഈ ഡസ്റ്റ്ബിൻ അപ്പുറത്തോണ്ടല്ലേ വെക്കാനായിരിക്കും നല്ലത്. ഞാൻ ഈ ഡസ്റ്റ്ബിൻ എവിടെ എടുത്തേക്കട്ടെ, അപ്പം എളുപ്പമായിരിക്കും. ഇത് ഇവിടെ വെച്ചാൽ നമുക്ക് നേരെ ഇട്ടിട്ടങ്ങ് വെച്ചാൽ മതി. ഐ മീൻ ഈ ട്രൈ എടുത്തുകൊണ്ടൊന്ന് ട്രൈയുടെ വേസ്റ്റ് ഇവിടെ ഇടുക, ട്രൈ എടുത്ത് ഇവിടെ വയ്ക്കുക. അത് ഇച്ചിരി എളുപ്പം. നമുക്ക് ലാസ്റ്റ് ചെയ്യാം. അവിടെ പൈസ ഇരിക്കുന്നു ഗൈസ്. പൈസ ഒന്നും എടുക്കുന്നില്ല, നമുക്കെപ്പോഴും നഷ്ടക്കച്ചവടമാണ് ഗൈസ്. നിങ്ങൾക്ക് ഓഡിബിൾ ആവുന്നുണ്ടോ ഇല്ലയെന്നുള്ള കമൻറ്റിലൊന്നിട്ടേക്ക്. ഞാൻ കാരണം എഡിറ്റ് ചെയ്യാൻ നേരത്ത് എൻ്റെ കയ്യിൽ ഇത് ഓഡിബിൾ ആയിട്ട് കാണിക്കുന്നു, പക്ഷേ അത് കഴിഞ്ഞ് യൂട്യൂബിൽ എടുത്ത് നോക്കിയപ്പോൾ ഓഡിബിൾ അല്ലായിരുന്നു ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ. അത് നിങ്ങൾ പറയണം ഓഡിബിൾ അല്ല എന്നുള്ള കാര്യം കമൻറ്റിൽ ഇട്ടേക്കാം. ഓഡിബിൾ ആണോ അല്ലേ എന്നുള്ളത് ഗൈസ്. ഞാൻ എല്ലാ ട്രൈയും കളക്ട് ചെയ്തു, പൈസ എല്ലാം കളക്ട് ചെയ്താന്ന് തോന്നുന്നു. നഷ്ടക്കച്ചവടം ആവരുതെന്ന് ഗൈസ്. എല്ലാം ചെയ്തെന്നാണ് എൻ്റെ ഒരു നിഗമനം. കടയൊക്കെ പൂട്ടി. കട ഒരു ടൈം ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആകും. അത് മറ്റേ ഗെയിമിൽ അങ്ങനെ തന്നെ. ഞാനത് കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം. ഓ ഗൈസ്, ഇതൊന്നും എടുത്തു വെച്ചില്ല. ഇതൊക്കെ എല്ലാം പല ഉറുമ്പ് തന്നുകൊണ്ട് പോകും. പക്ഷെ നമ്മൾ പണ്ടൊരിക്കൽ റെക്കോർഡൊന്നും ചെയ്യാത്ത സമയത്തൊക്കെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉറുമ്പ് തിന്നായിരുന്നു ഗൈസ്. ഉറുമ്പും പാറ്റയൊക്കെ ഒന്ന് തിന്നോട്ട് പോകും നമ്മുടെ ഫുഡൊക്കെ, നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന സാധനമൊക്കെ. പിറ്റേ ദിവസം എഴുന്നേറ്റ് നോക്കുമ്പോൾ സാധനം കാണുക ഗൈസ്. അവിടെ വെക്കാൻ പറ്റുന്നില്ല ഇത്. ആ വെച്ചു. ചിക്കൻ ഇതൊന്നും ഉറുമ്പ് തിന്നാണ്ടിരുന്നാൽ മതിയായിരുന്നു. ആ ഗൈസ് തൂക്കി. ഇത് നമുക്ക് ഫ്രീസർ റൂമിൽ അവിടെ റൂമില്ല. കീപ്പ് ഫ്രിഡ്ജ് ക്ലീൻ. ഫ്രീസർ റൂമാണെന്ന് തോന്നുന്നത്. ആ അതിനകത്ത് കൊണ്ടുവയ്ക്കാം. നമുക്ക് ഡോണർ അവിടെ കൊണ്ടുവയ്ക്കാം. ഓക്കെ, അത് സെറ്റ്. പിന്നെ ലവാഷ് എനിക്ക് തോന്നുന്നത് ഇതെന്താ ചെയ്യണ്ടേ? ഇൻഗ്രീഡിയൻറ്റ് കണ്ടെയ്നർ. ഓക്കെ സെറ്റ്. ഓക്കെ ഇവിടെ ഒന്നും വയ്ക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഞാൻ അകത്ത് എൻ്റെ ഫ്രീസർ റൂമിൻ്റെ അകത്തെല്ലാം കൊണ്ടുവയ്ക്കാൻ പറ്റുന്നുണ്ട്. ആ ഇവിടെ വയ്ക്കാൻ പറ്റും ഗൈസ്. നമ്മളില്ലാത്തിരുന്ന ഞാൻ ചോദിച്ചു ഈ ലോക്കായൊന്നും പോലെ വർഷങ്ങളോളം എൻ്റെ ഒന്നും കിടക്കാനൊന്നും വരില്ല. മറ്റേ സിനിമയിലെ പോലെയാവും. മറ്റേ ഒരു പണ്ടത്തെ ഒരു സിനിമ ഉണ്ടല്ലോ, മറ്റേ എറണാകുളത്തൊക്കെ ഷൂട്ട് ചെയ്ത്, ഗ്രാൻഡ് മാളിൽ ഷൂട്ട് ചെയ്ത്, അതേപോലെയാവും. ഹെലനോ അങ്ങനെ എന്തോ പറഞ്ഞൊരു സിനിമ. കറക്റ്റായിട്ട് എനിക്ക് പേരറിയില്ല, പക്ഷെ എന്നാലും അങ്ങനത്തെ ഒരു സിനിമയാണ്. നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇച്ചിരി ലോങ് ആയി, അതുകൊണ്ട് നമ്മൾ ഇത് 2 പാർട്ടായിട്ടായിരുന്നു, 2 അല്ല 3 പാർട്ടായിട്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഇവിടെ കൊണ്ട് എൻഡ് ചെയ്യുക. അപ്പോൾ പീസ് ഔട്ട്.